ഇന്നത്തെ വീഡിയോ മുംബൈയിലെ ക്രിസ്മസ് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടും അവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നൈറ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കി. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ബീച്ച് കാർണിവലും അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന രീതിയിൽ എക്സൈറ്റ്മെൻറ്റ് തന്നെ ഞാൻ ഇതൊക്കെ കാണാനായിട്ടൊന്ന് പുറത്തേക്കൊന്ന് പതുക്കെ ഇറങ്ങി നോക്കി. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വന്ന ഞാൻ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയത് തീർത്ത് നിരാശയായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ലൊക്കേഷൻ വരുന്നത് മുംബൈ കൊളാബയിലാണ്. കൊളാബയിൽ ഇതുപോലെ ചർച്ചുകളിൽ പള്ളികളിൽ മാത്രമാണ് ഇതുപോലത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഡെക്കറേഷൻസ് ഒക്കെ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതും ഡിസംബർ 24-നാണ് ഇവർ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ക്രിസ്മസിന് മുന്നേ തന്നെ എനിക്ക് മുംബൈയിലെ ക്രിസ്മസ് എങ്ങനെയുണ്ട്, ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഉള്ളൊരു വീഡിയോ യൂട്യൂബിൽ ഇടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ല. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു വൈബും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അതൊക്കെ ഇവിടെ ഉണ്ടാകും എന്ന രീതിയിലായിരുന്നു കേട്ടോ ഞാൻ ഇതൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, തീർത്ത് നിരാശയിലാണ് കേട്ടോ ഞാൻ പിന്നീട് തിരിച്ചു മടങ്ങിപ്പോയത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ ഞാനൊരു റീൽസ് കാണുന്നത്. മുംബൈയിലെ ക്രിസ്മസ് കാർണിവൽ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നേരെ ബാന്ദ്രയിലേക്ക് വിട്ടാൽ മതി എന്നുള്ളൊരു ന്യൂസ് ഞാൻ കേട്ടത്. പിന്നെ വേറൊന്നും നോക്കില്ല, നേരെ വണ്ടി എടുത്ത് പാഞ്ഞെത്തിയത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണും മനസ്സും ഒരുമിച്ച് നിറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ ഒരു വ്യൂ ആട്ടോ എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. അത്രയും നേരം ഞാൻ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. കാരണം നാട്ടിലെല്ലാവരും ക്രിസ്മസ് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എനിക്ക് മാത്രം ഒന്നുമില്ല എന്നും പറഞ്ഞ രീതിയിലായിരുന്നു ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എൻ്റെ എല്ലാ സങ്കടങ്ങളും മാറി കേട്ടോ. വേറെ ഒന്നും നോക്കിയില്ല കേട്ടോ, നേരെ അതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്തു. അതായത് ഒരു പാർക്കിലാണ് കേട്ടോ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് മലയാളീസാണെന്ന് എനിക്ക് മനസ്സിലായായിരുന്നേ. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിലും അപ്പുറം ഒരു ബീച്ചിൻ്റെ സൈഡിലായിട്ട് കാർണിവൽ നടക്കുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവിടെയും കൂടി ഒന്ന് കയറണം.
പരിപാടികൾ മാത്രമല്ലായിരുന്നു കേട്ടോ, ന്യൂ ഇയറിനോടനുബന്ധിച്ച് കുറേ പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും അവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുംബൈയിൽ വന്നിട്ട് ഇനി ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ വേറെ എങ്ങും പോകണ്ട, നേരെ വിട്ടോ ബാന്ദ്രയിലേക്ക്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കാർണിവലിലേക്കാണ് കേട്ടോ പോയത്. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. കാർണിവൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് പോലും ഇതിൻ്റെ അകത്ത് ഉണ്ടായില്ല. ഒത്തുപോണ തിരക്കാണ്. ഏകദേശം ഒരു മിനി വണ്ടർലാന്ന് തന്നെ പറയേണ്ടി വരും കേട്ടോ അതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ. കാരണം അത്തുപോണ റൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നേ. കൊച്ചു പിള്ളേർക്ക് തൊട്ടിട്ട് വലിയ ആൾക്കാർക്ക് വരെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ല കേട്ടോ. അതായത് റൈഡിൽ കയറാൻ പറ്റാത്തതിൻ്റെ വിഷമം അത് വേറെയും. ഇവിടെ റൈഡ് കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നേ. അതൊക്കെ ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത്രയും തിരക്കും പൊടിയും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാനായിട്ട് നിന്നില്ല. ഞാൻ ഇതൊന്നും ട്രൈ ചെയ്തില്ല. പക്ഷേ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. എനിക്കത് ട്രൈ ചെയ്യണം എന്ന് മനസ്സിനെ വല്ലാണ്ട് പിടിച്ചു കുലുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ ഫോൺ പേ, ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും നമുക്ക് അവരവിടെ എടുക്കില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ വേണം. അപ്പോൾ ഇനി മുംബൈയിൽ വന്നിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേറെ എങ്ങും പോകണ്ട കേട്ടോ. ഇനി നേരെ ബാന്ദ്രയിലേക്ക് വിട്ടാൽ മതി. ബാന്ദ്രയിൽ ഈ ഒരു കാർണിവൽ മാത്രമല്ല കേട്ടോ നടക്കുന്നത്, വേറെ കുറേ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.